ഹലോ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു എത്തനിക് ബാംഗിൾ ഉണ്ടാക്കിയാലോ? അടിപൊളിയല്ലേ കാണാൻ? സോ ഇതിനാവശ്യമുള്ളതോ ഇങ്ങനത്തെ കുറച്ച് വളകൾ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ, പണ്ടത്തെ നമ്മൾ എടുത്ത് വെച്ചപ്പോൾ ഒപ്പനൊക്കെ കൂടുന്നപോലെ പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ ഈ വള യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കുക, ഇത് അവിടെ ഇടയിൽ ഇടുകയുള്ളൂ. പിന്നെ നമ്മൾ വേറെ ഇതിനൊന്നും ഇടൂലല്ലോ. സോ വേണമെങ്കിൽ അടുത്ത കൊല്ലത്തിന് എടുത്ത് വെക്കാം. അപ്പം ഈ ഒരു വളയാണ് ഞാൻ ഇപ്പം എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കമ്പി വളയാണെങ്കിൽ അതും യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്തൊരു അടിപൊളി വള ഉണ്ടാക്കാം. അപ്പം തുടങ്ങിയാലോ? ഇതൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള വളയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കണ്ടോ പൊട്ടി പോകുന്നതാണ് ഇട്ടത്. അത് പൊട്ടിക്കൊണ്ടാണ് ആ ത്രെഡ് ഇങ്ങനെ പൊന്തിക്കുന്നത്. ഞാൻ ഇട്ട് കുറേ നേരം കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ ഒരു ഗോൾഡൻ വള എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ പൊട്ടി പോരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇതാണോ അത് വെച്ച് നമുക്ക് ചെയ്യാം. ദെൻ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇവിടെ 3 വളയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര സൈസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ദെൻ ഈ ഒരു ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഈ ഒരു ത്രെഡ് കുറച്ച് കട്ടിയും കുറച്ച് ക്വാളിറ്റി ഉള്ള ത്രെഡാണ്. ഇതിന് 100 റുപ്പീസാണ്. ഈ ഒരു വലിയൊരു ഇതിന് തന്നെയാണ് കേട്ടോ 100 റുപ്പീസ്. അപ്പം ഇതിനോട് ഭയങ്കര ഉപകാരമാണ് എനിക്ക്. കുറേ ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ആ ഒരു പൈസക്ക് മുതലാണ്. ഇപ്പോൾ ഇത് അല്ലെങ്കിൽ കയ്യിൽ ഇതാണുള്ളെങ്കിൽ ഇതെടുക്കുന്നത് 10 രൂപ കേട്ടോ. അപ്പോൾ ഈ ഒരു ത്രെഡാകുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും 100 റുപ്പീസിൻ്റെ. സോ ഇത് യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാണ് വേണ്ടത്. ഞാനിപ്പം ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ജസ്റ്റ് ഗ്ലൂ തേക്കണമെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മുഴുവനായിട്ട് ഗ്ലൂ തേച്ച് ഒട്ടിച്ചെടുക്കാം, എന്നാലേ ഒരു പെർഫെക്റ്റിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അത് ഫസ്റ്റിൽ ആ ഒരു ഗ്ലൂ തേക്കണമെന്നുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ക്ഷമയാണ് വേണ്ടത് ഗൈസ്. ക്ഷമയോടുകൂടി നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ആ ഒരു ഫസ്റ്റ് ഭാഗമൊക്കെ ഇങ്ങനെ പൊന്തിക്കണമെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ടൈം എടുക്കണമെങ്കിൽ എന്താ നമുക്ക് സെറ്റാക്കാമല്ലോ. ദെൻ ഇതങ്ങനെ കുറച്ചധികം ഇങ്ങനെ ടൈം എടുത്ത് നമ്മളിങ്ങനെ ക്ഷമയോടുകൂടി ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. എൻ്റെ ഒപ്പം എൻ്റെ അനിയന്മാരുണ്ട് കേട്ടോ. ഓർക്ക് ഓരേതായ രീതിയിൽ ഓരും ചുറ്റുന്നുണ്ട്. ആ ഒരു ആ ഒരു 10 രൂപേൻ്റെ ആ ഒരു ത്രെഡ് യൂസ് ചെയ്തു ഞാൻ എൻ്റെ അനിയനെ ചുറ്റിയിട്ടുണ്ട്. സോ ദെൻ ലാസ്റ്റ് ഭാഗത്ത് ഞാനിങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അടിപൊളിയായില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ദെൻ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മളെ വെസ്റ്റേൺ ഇപ്പം ഷോർട്ടൊക്കെ ഇടുമ്പോഴും അതൊക്കെ ഇടുമ്പോൾ ഒരു വെറൈറ്റി ലുക്കാണ്. ദെൻ ഇതിഷ്ടമായെന്ന് വിചാരിക്കണേ. അതിനുശേഷം ഞങ്ങളെ 3 ആൾക്കാരെ ഒരു ഷോയും കൂടിയുണ്ട്. അവരും അവരുടേതായ കളറൊക്കെ കൊടുത്താട്ടെ. അതായത് ഒരാൾ റൊണാൾഡോൻ്റെ കളർ പറഞ്ഞാൽ അതും കൊടുത്തണം, ഒരാൾ നെയ്മറിൻ്റെ കളർ പറഞ്ഞാൽ അതും കൊടുത്തണം. അപ്പോൾ കണ്ടോ റെഡും ഗ്രീനായിട്ട് ഇവനാണ് റൊണാൾഡോൻ്റെ ആൾ ഗൈസ്. ദെൻ നെക്സ്റ്റാണ് ഗൈസ് നെയ്മറിൻ്റെ ആൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ദെൻ ഞാനും ആ വൈറ്റ് പ്ലെയിൻ കൂടി ഒന്ന് റെഡാക്കി കൊടുത്തിനി. ആ ഒരു റെഡ്മലാണ് ഇവന് ചെയ്തത് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.